നമസ്കാരം. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന വളരെ വലിയ ഒരു പ്രശ്നമാണ് 2 ദിവസം മുമ്പ് നടന്ന ഹർത്താൽ പോലെയുള്ള സംഭവങ്ങൾ. ഈ ഹർത്താൽ നടത്തിയത് ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തിൻ്റെ പ്രതിഷേധമായിട്ടാണ്. ഒരു വ്യക്തി മരണപ്പെട്ടു. ആ വ്യക്തി മരണപ്പെട്ടത് എന്ത് കാരണം കൊണ്ടാണെന്ന് അന്വേഷിക്കാൻ ഇവിടെ ഒരു സംവിധാനമുണ്ട്. പോലീസുണ്ട്, അവരെ നിയന്ത്രിക്കുന്ന സർക്കാരുണ്ട്. ഇനി പോലീസിനെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ CBI ഉണ്ട്. അങ്ങനെ പല വഴികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ആ പയ്യനൊരു ദുർമരണം ഉണ്ടായി, അല്ലെങ്കിൽ അവൻ്റെ മരണത്തിൻ്റെ കാരണക്കാരാരാണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഇവിടെ സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ പേരിൽ കേരളം മുഴുവൻ അടച്ചിടാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ശ്രമം നടത്തിയതിൻ്റെ പിന്നിൽ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഒരിക്കലും ആ ചെറുപ്പക്കാരന് നീതി കിട്ടുക എന്നുള്ളതല്ല, ഇവരുടെ മസിൽ പവർ കാണിക്കുക എന്നത് മാത്രമായിരുന്നു. ഇവരുടെ ഈ മസിൽ പവർ കാണിക്കൽ നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാരണം കൊണ്ടാണ് കോടതി ഇടപെട്ടതും ഈ കൂട്ടത്തിൽ വൃത്തികേട് കാണിക്കാൻ ഇറങ്ങിയ ചില വിദ്വാൻമാരെ പോലീസ് അറസ്റ്റ് ചെയ്തതും ചിലരെയൊക്കെ കോടതി റിമാൻഡ് ചെയ്തതും. ഈ ഹർത്താലിൻ്റെ പേരിൽ തെരുവിലിറങ്ങി വൃത്തികേട് കാണിച്ച എത്ര ആൾക്കാരുണ്ടോ അവർക്കെതിരെ എല്ലാം തന്നെ നിയമ നടപടി സ്വീകരിക്കണം. മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാനോ അയാൾ ജോലി ചെയ്യുന്നത് തടയാനോ ഇവിടെ ഒരുത്തനും അധികാരമില്ല, സർക്കാരിന് പോലും അധികാരമില്ല. ഓരോ വ്യക്തികൾക്കും മൗലികമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. അത് തടയാൻ ഒരുത്തനും അധികാരമില്ല. ഞങ്ങൾ സംഘം ചേർന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ധാർഷ്ട്യത്തിലാണ് ഇവരിത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഹർത്താൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സംഘടിതമായ എന്തെല്ലാം ഉണ്ടോ, ഏതെല്ലാം സംഘടനകളുണ്ടോ, എവിടെയെല്ലാം ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു സംഘടനയായിട്ടോ മതമായിട്ടോ മാറിയിട്ടുണ്ടോ, ഇവരെല്ലാവരും ജനങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല പരമാവധി ദ്രോഹമാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് ദ്രോഹമാണെന്ന് മനസ്സിലാക്കാതെയാണ് പല ആൾക്കാരും അതിൻ്റെ ഭാഗവാക്കായിട്ട് മാറുന്നത്. നമ്മുടെ നാട്ടിൽ പലയിടത്തും പല അമ്പലങ്ങളും പള്ളികളുമൊക്കെ റോഡുകൾ അവരുടെ ശക്തിപ്രകടനം നടത്താനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ മതപരമായിട്ടുള്ള ഘോഷയാത്രയാണെന്നാണ്. മതപരമായിട്ടുള്ള ഘോഷയാത്ര എന്തിനാണ് റോഡിൽ കൂടി നടത്തുന്നത്? നമുക്കറിയാം, ഒരു 10, 40, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം വാഹനങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീടിനടുത്തൊരു ജംഗ്ഷനുണ്ട്. എനിക്കൊരു 15-16 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആ ജംഗ്ഷനിൽ വൈകുന്നേരങ്ങളിൽ വട്ടം കൂടിയിരുന്ന് വെറുതെ ഇങ്ങനെ സംസാരിക്കും. ഓരോന്നൊക്കെ സംസാരിച്ച് ഞങ്ങൾ 2-3 മണിക്കൂർ അവിടെയും സംസാരിക്കും. അതിലെങ്കിലും ഒരു വണ്ടി പോലും വരില്ല. വല്ലപ്പോഴും ഒരു സൈക്കിളോ ചുരുക്കം സമയങ്ങളിൽ ഒരു സ്കൂട്ടറോ മറ്റോ വന്നാലേ. അതല്ലാതെയുള്ള വാഹനങ്ങളേ ഇല്ല. ഒറ്റ വാഹനം പോലും ആ സമയത്ത് ഗ്രാമങ്ങളിൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇല്ല. വളരെ റെയർ കേസെല്ലാം കാണും വന്നാലേ. എന്നാൽ ഇപ്പോൾ ആ ജംഗ്ഷനിൽ പോയിട്ട് ഒരു നിമിഷം എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു നിമിഷം അത്രയേറെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് തലങ്ങും. ഞങ്ങളുടെ ഗ്രാമത്തിലെ കാര്യം ഞാനീ പറയുന്നത്. അപ്പോൾ ആൾക്കാർ മുഴുവൻ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ റോഡ് തടയുക എന്ന് പറയുന്നത് എത്ര വലിയ അപരാധമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഒരിക്കൽ ഞാനിവിടെ നിന്നും ദുബൈയിലേക്ക് പോവുകയാണ്. രാത്രിയിലാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു 10 മണിക്ക് ഇറങ്ങി. രാവിലെയാണ് ഫ്ലൈറ്റ്. കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു 60-70 ആൾക്കാർ ചേർന്ന് ഒരു ഘോഷയാത്ര പോകും. ഏതോ ഒരു ചെറിയ ക്ഷേത്രത്തിലാണ്. ഈ 60-70 ആൾക്കാർക്ക് വേണമെങ്കിൽ റോഡിൻ്റെ ഒരു വശത്തുകൂടി സുഖമായിട്ട് പോകാം. പക്ഷേ അവർ റോഡിൻ്റെ നടുവിലൂടെ തന്നെയാണ് മേളമൊക്കെ അടിച്ച് പോകുന്നത്. അപ്പോൾ അവർ വളരെ സ്ലോയിലാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ എയർപോർട്ടിൽ പോകണം. ഞാൻ കാറ് നിർത്തി ഇറങ്ങി അവിടെ ചെന്ന് ഏറ്റവും പുറകിൽ കണ്ട ഒരാളോട് പറഞ്ഞു, ചേട്ടാ ഇതുപോലെ ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്, കുറച്ച് വഴി തന്നാൽ ഉപകാരമായിരിക്കും. അയാൾ ഉടനെ പറഞ്ഞത്, അങ്ങനെയൊന്നും വഴി തരാൻ പറ്റത്തില്ല, ഇത് പോയി കഴിഞ്ഞിട്ട് ഇയാൾ പോയാൽ മതി. അപ്പോൾ എനിക്ക് മനസ്സിൽ വന്നത്, ഞാൻ ദുബൈയിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്, എനിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് ഇന്ന നഷ്ടമുണ്ട്, അത് ഏതായാലും ശരി ഞാൻ സഹിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ ഇവൻ്റെ പിന്നാലെ പോയിട്ട് ആ നഷ്ടം എനിക്ക് സംഭവിക്കാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തെ മറികടക്കണമെന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞാനിപ്പോൾ അല്പം ഉച്ചത്തിൽ സംസാരിച്ചു.
അപ്പോൾ ആ കൂട്ടത്തിൽ ഏതോ 1-2 പേരത് കേട്ടുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പോകണം, ഞാൻ എയർപോർട്ടിൽ പോകാൻ വന്നിരിക്കുകയാണ്. ഇയാൾ പറയുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അപ്പോഴേക്ക് എൻ്റെ ഫ്ലൈറ്റ് പോകും. അപ്പോൾ ആ ആൾക്കാർക്ക് 2 പേർക്ക് എന്തായാലും ശരി ദൈവാധീനം കൊണ്ട് വിവരമുണ്ടായിരുന്നു. അവർ പറഞ്ഞു നീ മാറിപ്പോടാ. എന്നിട്ട് എന്നോട് പറഞ്ഞു സാർ വണ്ടി എടുത്തു എന്ന് പറഞ്ഞു. അയാൾ പെട്ടെന്ന് തന്നെ ആൾക്കാരെ എല്ലാം സൈഡിലേക്കാക്കി വണ്ടി എടുത്തു. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഘോഷയാത്രകൾ കാണുമ്പോൾ, ഇതിപ്പോൾ ഒരു 60-70 ആൾക്കാരുടെ ഒരു സംഘമായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ചിലപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ അടങ്ങുന്ന ഘോഷയാത്രകളായിരിക്കും റോഡിൽ കൂടി പോകുന്നത്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എറണാകുളത്ത് പോയിട്ട് MC റോഡ് വഴി വീട്ടിലേക്ക് വരികയാണ്. 3 മണിക്ക് എറണാകുളത്ത് വന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ 6 മണിക്ക് ഞങ്ങളുടെ നാട്ടിലെത്താം. അത്യാവശ്യം റോഡിൽ ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിൽ പോലും മാക്സിമം 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ടെത്താം. ട്രാഫിക് ഒന്നുമില്ലെങ്കിൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ടെത്താം. എന്നാൽ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. കാര്യം എന്താണ്? MC റോഡിൽ ഏതോ ഒരു അമ്പലത്തിൻ്റെ ഘോഷയാത്ര പോവുകയാണ്. 2 സൈഡിലും റോഡ് ബ്ലോക്ക്, വാഹനങ്ങൾ നിരനിരയായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിനൊക്കെ പെർമിഷൻ കൊടുക്കുന്നത് ഏത് പോലീസ് സ്റ്റേഷനാണ്, അല്ലെങ്കിൽ ഏത് കളക്ടറാണ്, ഏത് ഭരണ സംവിധാനമാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് എനിക്ക് 2 കൂട്ടരോടും പറയാനുള്ളത്, ഒന്ന്, ഇത്തരത്തിലുള്ള മറ്റുള്ള മനുഷ്യരെ ദ്രോഹിക്കുന്ന നടപടികളെടുക്കുന്ന ഹർത്താലോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആഹ്വാനം ചെയ്യുന്ന ആൾക്കാരോടും ഘോഷയാത്രയും മറ്റും നടത്തി ഉച്ചഭാഷണികളൊക്കെ വെച്ച് നാട്ടുകാരെ ശല്യപ്പെടുത്തുന്ന മതക്കാരോടും പറയാനുള്ളത്, നിങ്ങൾ 2 കൂട്ടരെ കൊണ്ടും ഈ നാടിന് യാതൊരു ഗുണവുമില്ല. നിങ്ങളൊരു അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾ അവർക്കൊന്നും അങ്ങോട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ അവരുടെ പക്കൽ നിന്നും പണം പിരിച്ചിട്ട് നിങ്ങളുടെ കാര്യം നടത്തുകയാണ്. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നമായിട്ട് മാറരുത് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവണം. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ പഴയതുപോലെ തന്നെ തുടരുകയാണ്. പക്ഷേ വാഹനങ്ങൾ ഒരുപാടുണ്ടായി. ഒരു 40 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന റോഡുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ വാഹനങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അയാളൊരു കണക്കൂട്ടലിലാണ് പോകുന്നത്. എനിക്ക് 2 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ടോ എത്തണം. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഘോഷയാത്ര പോകുന്നത്. ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഈ 2 കൂട്ടരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് റോഡുകൾ തടഞ്ഞുകൊണ്ട് യാതൊരു ഘോഷയാത്രയും നടത്തരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നടത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ടിൽ പോയി നടത്തുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട്, അവിടെ നടത്തുക. അവിടെ നിങ്ങൾ ഏറെ നേരം നിന്ന് ഡാൻസ് കളിക്കുകയോ കൊട്ടുകയോ പാടുകയോ എന്ത് വേണേൽ ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. പക്ഷേ റോഡിൽ പാടില്ല. റോഡ് സഞ്ചരിക്കാനുള്ളതാണ്. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കാനുള്ളതല്ല റോഡ്. അതുപോലെ തന്നെ ഹർത്താൽ നടത്തുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു പർപ്പസിൻ്റെ പേരിൽ ആൾക്കാരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നാളെ കടയടച്ചിടണം, എങ്ങോട്ടും പോകരുത്, നിങ്ങൾക്കങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പറയുന്നതിനപ്പുറം നിർബന്ധപൂർവ്വം അവരെ കൊണ്ടങ്ങനെ ചെയ്യിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്യിക്കുമ്പോഴാണ് അത് അക്രമമായിട്ടും ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ടും മാറുന്നത്. അതുകൊണ്ടാണ് പോലീസുകാർ കേസെടുക്കുന്നത്. നിങ്ങൾക്ക് ജനങ്ങളോട് പറയാം, ഞങ്ങളോട് സഹകരിക്കുക. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ ഏതൊരു പർപ്പസിന് വേണ്ടിയും കേരളത്തിലുള്ള ആൾക്കാരെ മുഴുവൻ വീട്ടിലിരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് നിങ്ങൾ നേടാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ വിലക്കേട് കാണിക്കുന്നത്? ഇപ്പോൾ പണ്ടിവിടെ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, പെട്രോളിന് ഡൽഹിയിൽ വില കൂട്ടുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഹർത്താൽ ഉണ്ടാകും. പക്ഷേ ഇന്നേ വരെ ഇവർ ഹർത്താൽ നടത്തിയതിൻ്റെ പേരിൽ കൂടിയ വില താഴോട്ട് പോയിട്ടില്ല. എന്തിൻ്റെയൊക്കെ പേരിൽ ഇവിടെ ഹർത്താൽ നടത്തിയിട്ടുണ്ടോ ആ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും നാളിതുവരെ നേടിയിട്ടില്ലെങ്കിലും ഇപ്പോഴും പ്രാകൃതമായ ഈ സമരാഭാസം എന്തിനാണ് തുടരുന്നത്? നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അത് എവിടെയാണോ പ്രകടിപ്പിക്കേണ്ടത് അവിടെ ചെന്ന് പ്രകടിപ്പിക്കണം. ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസുകൾക്ക് മുമ്പിലോ അതുമല്ലെങ്കിൽ അവരുടെ വീടുകൾക്ക് മുമ്പിലോ പോയി സമരം ചെയ്യണം. അവരെ ശല്യപ്പെടുത്തണം. അവരല്ലേ തീരുമാനമെടുക്കേണ്ടത്. പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്തു? തീരുമാനമെടുക്കേണ്ടവർക്ക് ഒരു കുഴപ്പമില്ല. അവർ സുഖമായിട്ട് എവിടെ പോകണോ അവർക്ക് പോകാം. അവർക്ക് അകമ്പടിയുണ്ട്, അവർ പോകുന്ന വഴി ആരും തടയത്തില്ല. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നെഞ്ചത്തോട്ടാണ് മതങ്ങളായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ഇത്തരത്തിലുള്ള സംഘടനകളായാലും കയറുന്നത്. അവർക്കതേ പറ്റൂ. അതുകൊണ്ട് ഇത് നിങ്ങൾ കാണിക്കുന്നത് വളരെ വലിയ ദ്രോഹമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ അധികാരികളോട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും ശരി പെർമിഷൻ കൊടുക്കരുത്. ഉച്ചഭാഷണികൾക്ക് പെർമിഷൻ കൊടുക്കരുത്. ഇവിടെ വളരെ വലിയ നിയമം നിലനിൽക്കുന്നുണ്ട്. സൗണ്ട് പൊല്യൂഷനെതിരെ വളരെ ശക്തമായ നിയമം നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്.
ഒരു ആരാധനാലയത്തിലോ മറ്റെവിടെയെങ്കിലുമോ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകരുതെന്നുള്ള നിയമമുണ്ട്. എന്നാൽ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഓരോരോ ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉത്സവവും മറ്റും നടക്കുമ്പോൾ റോഡ് നീള കോളാമ്പികൾ കെട്ടിവെക്കുകയാണ്. ആ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വൈരത്തോടെ ജീവിക്കാനേ പറ്റുന്നില്ല. ഒരുപക്ഷെ അവർക്കറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ചെന്ന് അവരോട് പറയാനും ഒരു മടി കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോലീസാണ് ഇടപെടേണ്ടത്. പോലീസ് പല കാര്യങ്ങളിലും സുവമോട്ടോ കേസെടുക്കാറുണ്ട്. എന്നാൽ അവരുടെ കൺമുന്നിൽ നടക്കുന്ന ഈ നിയമലംഘനം, അതായത് ഉച്ചഭാഷണ ഉപയോഗത്തിനെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ കേസെടുക്കാത്തത്? നിങ്ങൾ മതങ്ങളെ പേടിയാണ്. നിങ്ങൾ എന്തിനാണ് മതങ്ങളെ പേടിക്കുന്നത്? നിങ്ങൾ ഒരു മതങ്ങളെയും പേടിക്കേണ്ട കാര്യമില്ല. നിയമം ആര് ലംഘിച്ചാലും ആ സ്പോട്ടിൽ നടപടിയെടുക്കണം. പള്ളിയായാലും അമ്പലമായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും ആര് തന്നെ ആയാലും ജനങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ട് ആരും ഒന്നും ചെയ്യേണ്ട. തന്നെയുമല്ല, ഈ ഉച്ചഭാഷണിക്ക് ഉണ്ടായിട്ട് എത്ര കൊല്ലമായി? പഴയ കാലത്ത് ഉച്ചഭാഷണികൾ ഉണ്ടായിരുന്നില്ല. ഏത് ദൈവമാണ് പറയുന്നത് നിങ്ങൾ ഉച്ചഭാഷണി വെച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ? ദൈവത്തിന് ചെവി ഏൽക്കില്ലേ? അപ്പോൾ ഇതൊരു ന്യൂയിസൻസാണ്. ഇതൊരു ന്യൂയിസൻസാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. പല ആൾക്കാർക്കും ഈ ശല്യം സഹിക്കാൻ വയ്യാതെ അവർ ടെൻഷനിലാണ് ജീവിക്കുന്നത്. വീടിനടുത്ത് കോളാമ്പി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ പോലും കേൾക്കാൻ പറ്റില്ല. ഈ നാശം പിടിച്ച ശബ്ദം ചെവി തുളച്ച് കയറുകയല്ലേ. ഒരാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. ഓൺലൈനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്, രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരുടെയും സമാധാനം കെടുത്തുകയാണ് മതങ്ങൾ. ഈ ആൾക്കാർ വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് മതങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഈ അമ്പലങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാരും പള്ളികൾ നിയന്ത്രിക്കുന്ന ആൾക്കാരും ദയവ് ചെയ്ത് നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തു, പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യരുത്. ഞാനിന്ന് പത്രത്തിൽ വായിച്ചാണ് UP-യിലോ മറ്റോ ഒരു വിവാഹ ഘോഷയാത്രയിൽ ഉപയോഗിച്ച DJ മൈക്കിൻ്റെ ഉച്ചത്തിലുള്ള സൗണ്ട് കൊണ്ട് ഒരു കോഴി ഫാമിലെ 140 കോഴികൾ ചത്തുപോയി. ഈ ഉച്ചത്തിലുള്ള ശബ്ദം എത്ര വലിയ കുഴപ്പമുണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്കറിയാം. പലവിധ രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകാൻ ഈ ഉച്ചത്തിലുള്ള ശബ്ദം കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ അന്തരീക്ഷത്തെയും നാടിനെയും മലിനപ്പെടുത്താതിരിക്കുക, റോഡ് തടയാതിരിക്കുക. റോഡ് ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ളതാണ്, അവർ സഞ്ചരിച്ചോട്ടെ. നിങ്ങൾക്ക് നടത്താനുള്ളതൊക്കെ ശല്യമില്ലാത്ത ഇടങ്ങളിൽ പോയി നടത്തുക. ഉച്ചഭാഷിണിയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നിങ്ങൾ സ്പീക്കർ ഉപയോഗിച്ച് ഏതൊരു അമ്പലത്തിലാണോ ഏതൊരു പള്ളിയിലാണോ എന്ത് തന്നെ ചടങ്ങായിക്കോട്ടെ നടക്കുന്നത്, അതിൻ്റെ സൗണ്ട് അതിൻ്റെ ഉള്ളിൽ നിലനിർത്തുക. നിങ്ങൾ പുറത്തോട്ട് വിടുന്നത് ആരും കേൾക്കുന്നില്ല, അതൊരു ശല്യം മാത്രമാണ്. അവിടെ നടക്കുന്ന പ്രസംഗമായാലും പാരായണമായാലും അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ അവിടെ വന്നിരുന്ന് കേട്ടോളൂ. വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മൈക്കിൽ കൂടി വരുന്ന പാരായണം കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല. അതൊരു ശബ്ദകോലാഹലം മാത്രമാണ്. ഇനിയെങ്കിലും ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തിരിച്ചറിയണം. നമുക്കെന്താണ് ബുദ്ധിയില്ലാതെ പോകുന്നത്? നമുക്കെന്താണ് സംസ്കാരമില്ലാതെ പോകുന്നത്? ദയവ് ചെയ്ത് മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പൊതുജനങ്ങളെ ശല്യപ്പെടുത്തില്ല എന്നൊന്ന് തീരുമാനിക്കണം. ഇതൊരു അപേക്ഷയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലീസും മറ്റ് ഭരണ സംവിധാനങ്ങളും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന യാതൊന്നിനും പെർമിഷൻ കൊടുക്കില്ല എന്നും, അങ്ങനെ ആരെങ്കിലും ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും കൂടി ഒന്ന് തീരുമാനിക്കുക. താങ്ക് യു.